സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനം അനുഭവപ്പെട്ടു. വയനാട്, കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് പ്രകമ്പനം അനുഭവപ്പെട്ടത്. വയനാട് ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസം സർക്കാർ കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ ആശ്വാസമാകുമെന്നും സുരേന്ദ്രൻ. കൊടകര പേരാമ്പ്ര അപ്പോളോ ടയർ ഫാക്ടറിയിൽ തീപിടുത്തം. കമ്പനി ജീവനക്കാർ ചേർന്ന് തീയണച്ചു. നാശനഷ്ടങ്ങളില്ല. ആമ്പല്ലൂർ ജംഗ്ഷനിൽ ആരോഗ്യ പ്രവർത്തകനെയും നാട്ടുകാരെയും കത്തിമുനയിൽ നിർത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ക്രിമിനൽ കേസ് പ്രതി. സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സ്വദേശി ഷിബുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാർത്തകൾ വിശദമായി. വയനാട്, കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ പലയിടങ്ങളിലും ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ. വയനാട് എടക്കലിൽ ഉഗ്രശബ്ദം കേട്ടുവെന്ന് നാട്ടുകാർ പറഞ്ഞു. എടക്കൽ മലയുടെ സമീപമാണ് ശബ്ദമുണ്ടായത്. പ്രദേശത്തെ സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു. പ്രദേശത്തു നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ നടപടി തുടങ്ങി. പിണങ്ങോടും അസാധാരണ ശബ്ദം കേട്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. കുറിച്യാർമല, അമ്പലവയൽ, നെന്മേനി, പാടിപ്പറമ്പ് മേഖലയിലും അസാധാരണ ശബ്ദമുണ്ടായി. കോഴിക്കോട് ഭൂമിക്കടിയിൽ നിന്ന് ശബ്ദം കേട്ടതായി നാട്ടുകാർ പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ ലക്കിടി, ഒറ്റപ്പാലം, വാണിയംകുളം എന്നിവിടങ്ങളിലും മലപ്പുറം ജില്ലയിലെ എടപ്പാളിലും മുഴക്കം അനുഭവപ്പെട്ടു. അതേസമയം പ്രതിഭാസം ഭൂമികുലുക്കം മൂലമല്ലെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. വയനാട് ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസം സർക്കാർ കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ചൂണ്ടലിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രിസഭാ ഉപസമിതി ഇത് സംബന്ധിച്ച് കാര്യക്ഷമമായി നടപടിയെടുക്കുന്നില്ല. മന്ത്രിമാർ എല്ലാ ദിവസം രാവിലെ ദുരന്തസ്ഥലം സന്ദർശിക്കുന്നതല്ലാതെ ഇത് സംബന്ധിച്ച് യാതൊരു കൂടിയാലോചന നടത്തുന്നില്ലെന്ന് സുരേന്ദ്രൻ ആരോപിച്ചു. മന്ത്രി ഉപസമിതി കളക്ടറേറ്റിലിരുന്ന കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്ന നടപടിയാണ് എടുക്കേണ്ടത്. പുനരധിവാസത്തിനുള്ള സ്ഥലം കണ്ടെത്താൻ മന്ത്രിസഭാ ഉപസമിതി നടപടിയെടുക്കണമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ദുരന്തത്തിനിരയായവർക്ക് വലിയ ആശ്വാസമാകും. വയനാടിന്റെ സമ്പൂർണ്ണ പുനരധിവാസമാണ് സർക്കാർ ഉറപ്പാക്കേണ്ടത്. കഴിഞ്ഞ 2 ദുരന്തങ്ങളിലും പുനരധിവാസം നടപ്പിലാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ മെല്ലെപ്പോക്ക് നയമാണ് സ്വീകരിച്ചത്. ഇത്തവണ അത് പാടില്ല. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടിയെന്ന നിലയിൽ ബിജെപി ഇടപെടുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും എല്ലാം ചേർന്ന് ഇതിന് നല്ല ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാവണം. കൊടകര പേരാമ്പ്ര അപ്പോളോ ടയർ ഫാക്ടറിയിൽ തീപിടുത്തം. ഇന്ന് രാവിലെ 7:30യോടെയാണ് അഗ്നിബാധ ഉണ്ടായത്. ഫാക്ടറിക്കുള്ളിൽ ടയർ സൂക്ഷിക്കുന്ന ഗോഡൌണിന്റെ മേൽക്കൂരയിലാണ് തീപിടിച്ചത്. ചാലക്കുടി, പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയെങ്കിലും അതിനു മുമ്പേ കമ്പനി ജീവനക്കാർ ചേർന്ന് തീയണച്ചിരുന്നു. കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ലെന്ന് കൊടകര പോലീസ് പറഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റ ക്രിമിനൽ കേസ് പ്രതി ആരോഗ്യ പ്രവർത്തകനെയും നാട്ടുകാരെയും കത്തിമുനയിൽ നിർത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ഇന്നലെ രാത്രി ദേശീയപാത ആമ്പല്ലൂർ സിഗ്നലിലായിരുന്നു സംഭവം. തിരുവനന്തപുരം സ്വദേശിയായ പ്രതിയെ പുതുക്കാട് പോലീസ് പിടികൂടി. 20ഓളം കേസുകളിൽ പ്രതിയായ തിരുവനന്തപുരം സ്വദേശി ഷിബു എസ് നായരാണ് പിടിയിലായത്. ഷിബുവിന്റെ ബൈക്ക് ആമ്പല്ലൂർ സിഗ്നലിൽ നിർത്തിയിട്ട കാറിനു പുറകിൽ ഇടിച്ചതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. പരിക്കേറ്റ ഷിബുവിനെ കൂടി നിന്നവർ ആംബുലൻസിൽ കയറ്റി അയച്ചു. എന്നാൽ മിനിറ്റുകൾക്ക് ശേഷം അതേ ആംബുലൻസിൽ ഇയാൾ സംഭവസ്ഥലത്തെത്തി. നഴ്സിന്റെ കഴുത്തിൽ കത്തിവെച്ചാണ് ഇയാൾ ആംബുലൻസ് തിരികെ എത്തിച്ചതെന്ന് ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞതോടെ നാട്ടുകാർ ഇടപെട്ടു. ഇതോടെ ഊരിപ്പിടിച്ച കത്തിയുമായി പ്രതി നാട്ടുകാർക്ക് നേരെ തിരിയുകയായിരുന്നു. ഇതിനിടെ സഞ്ചരിച്ച ബൈക്കിന്റെ താക്കോലും പ്രതി കൈക്കലാക്കി. സംഭവം അറിഞ്ഞെത്തിയ പുതുക്കാട് പോലീസ് അക്രമാസക്തനായ യുവാവിനെ പിടികൂടി. പരിക്കേറ്റ ഇയാൾക്ക് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോടതിയിൽ ഹാജരാക്കി. പ്രതിക്കെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടിന്റെയും ഭരണപരാജയത്തിന്റെയും പ്രത്യക്ഷ ഉദാഹരണമാണ് സംസ്ഥാനത്ത് ആകെ തകർന്നു കിടക്കുന്ന റോഡുകളെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. തൃശൂർ കുന്നംകുളം കടവല്ലൂർ റോഡിന്റെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിജെപി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഏകദിന ഉപവാസ സമരം ചൂണ്ടൽ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചൂണ്ടൽ സെന്ററിൽ നടന്ന യോഗത്തിൽ ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ബിജെപി മേഖലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് കെ ആർ ഹരി, ജസ്റ്റിൻ ജേക്കബ്, മേഖലാ സെക്രട്ടറി അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, ജില്ലാ ട്രഷറർ അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. തളിക്കുളത്ത് കടലിൽ വല വിരിക്കുന്നതിനിടെ അടിയൊഴുക്കിൽപ്പെട്ട് മധ്യവയസ്കൻ മരിച്ചു. നമ്പിക്കടവിൽ താമസിക്കുന്ന പേരൂത്ത് കുമാരന്റെ മകൻ 52 വയസ്സുള്ള സുനിൽ കുമാറാണ് മരിച്ചത്. ഇന്ന് രാവിലെ തളിക്കുളം നമ്പിക്കടവ് ബീച്ചിൽ സീതാറാം റിസോർട്ടിന് സമീപം കടലിൽ കണ്ടാടി വല ഉപയോഗിച്ച് മത്സ്യം പിടിക്കുകയായിരുന്നു.
സുനിൽകുമാർ. തിരയിൽപ്പെട്ട് മുങ്ങിത്താഴ്ന്ന സുനിൽകുമാറിനെ നാട്ടുകാർ കരയിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചെറുതുരുത്തി പൈങ്കുളത്ത് റെയിൽവേ ട്രാക്കിൽ വയോധികയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. വളത്തോൾ നഗർ അത്തിക്കപ്പറമ്പ് ഓഞ്ഞനത്ത് വീട്ടിൽ കുഞ്ഞി മുഹമ്മദ് ഭാര്യ 58 വയസ്സുള്ള മറിയക്കുട്ടിയാണ് മരിച്ചത്. KSTPയുടെ റോഡ് നിർമ്മാണ പ്രവൃത്തികൾക്ക് ഇരിങ്ങാലക്കുടയിൽ തുടക്കമായി. ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷൻ മുതൽ പൂതംകുളം വരെയാണ് റോഡ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. നിർമ്മാണത്തിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുന്നംകുളം ചൊവ്വന്നൂരിൽ 2 കിലോ ഹാഷിഷ് ഓയിലും 65 ഗ്രാം MDMAയുമായി 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ താമരയൂർ സ്വദേശി കുട്ടിയേരിൽ വീട്ടിൽ നിതീഷ്, പേരകം കാവീട് സ്വദേശി മുസ്ലിം വീട്ടിൽ അൻസിൽ എന്നിവരാണ് പിടിയിലായത്. ജില്ലാ പോലീസ് മേധാവി ഇളങ്കോയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് കൊണ്ടുവരുമ്പോഴാണ് ഇരുവരും പിടിയിലായത്. കുന്നംകുളം SIമാരായ സുകുമാരൻ, വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. മറ്റത്തൂർ വെള്ളിക്കുളങ്ങര ജംഗ്ഷനിൽ നിന്ന് ട്രാംവേ പാലം വരെയുള്ള റോഡ് വശങ്ങളിൽ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ച് വീതി കൂട്ടണമെന്ന് ആവശ്യമുയരുന്നു. ഈയിടെ റോഡിന്റെ 100 മീറ്ററോളം വീതി വർദ്ധിപ്പിച്ചുവെങ്കിലും ട്രാംവേ പാലം വരെ പൂർണ്ണമായും വീതി കൂട്ടാത്തതിനാൽ സുഗമമായ ഗതാഗതം ഇതുവഴി സാധ്യമാകുന്നില്ലെന്നാണ് പരാതി. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിലവിലുണ്ടായിരുന്ന ചാലക്കുടി പറമ്പിക്കുളം കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേയുടെ ബാക്കിപത്രമായ വെള്ളിക്കുളങ്ങര ട്രാംവേ റോഡിന്റെ ഇരുവശവും കരിങ്കൽ കെട്ടി വീതി വർദ്ധിപ്പിക്കണമെന്ന് നാട്ടുകാർ കാലങ്ങളായി ആവശ്യപ്പെട്ടു വരുന്നതാണ്. പറമ്പിക്കുളം വനത്തിൽ നിന്ന് തീവണ്ടി മാർഗം ചാലക്കുടിയിലേക്ക് വനവിഭവങ്ങൾ കൊണ്ടുവരുന്നതിനായാണ് 1 നൂറ്റാണ്ട് മുമ്പ് ട്രാംവേ സ്ഥാപിച്ചത്. 1962-ൽ ട്രാംവേ നിർത്തലാക്കിയതോടെ ട്രാംവേ ലൈൻ റോഡായി മാറി. വെള്ളിക്കുളങ്ങര ജംഗ്ഷനിൽ നിന്ന് മോനോടി ഭാഗത്തേക്ക് ഇപ്പോൾ നിലവിലുള്ള റോഡും പാലവും പഴയ ട്രാംവേയുടെ ഭാഗമായിരുന്നു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ റോഡിന്റെ 100 മീറ്ററോളം 2 വർഷം മുമ്പ് വീതി കൂട്ടി കരിങ്കല്ല് കെട്ടി സംരക്ഷിച്ചിട്ടുണ്ടെങ്കിലും അപകട സാധ്യത കൂടുതലുള്ള ഭാഗത്ത് ഇനിയും പണികൾ നടന്നിട്ടില്ല. വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ ട്രാംവേ പാലം വരെയുള്ള 350 മീറ്ററോളം റോഡിന്റെ 100 മീറ്ററോളമാണ് ഈയിടെ കരിങ്കൽ കെട്ടി വീതി കൂട്ടിയത്. അവശേഷിക്കുന്ന ഭാഗത്ത് 3 മീറ്റർ മാത്രമാണ് റോഡിന് വീതിയുള്ളത്. സ്വകാര്യ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നത് വീതി കുറഞ്ഞ ഈ റോഡിലൂടെയാണ്. മൊത്തം 12 മീറ്റർ വീതിയാണ് റോഡിനുള്ളതെങ്കിലും 3 മീറ്റർ വീതി കഴിഞ്ഞാൽ ഇരുവശത്തേക്കും ചരിഞ്ഞു കിടക്കുകയാണ് റോഡ്. റോഡിനിരുവശത്തും താൽക്കാലിക സുരക്ഷാവേലി നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വെള്ളിക്കുളങ്ങര ജംഗ്ഷനിൽ നിന്നും മോനോടിയിലേക്ക് പോകുന്ന പാലത്തിൻ്റെ ഇപ്പുറമുള്ള സ്ഥലം 2 സൈഡും വളരെ താഴ്ന്നതാണ്. ഒരു വണ്ടിക്കൊക്കെ പോലും കടന്നു പോകാൻ, ഒരു ബൈക്കിനും കൂടെ പോകാനുള്ള ഒരു അവസ്ഥയില്ല. ബന്ധപ്പെട്ട അധികാരികൾ 2 സൈഡിലും വീതി ഒരു 200 മീറ്റർ കൂടെ വീതി കൂട്ടുകയാണെങ്കിൽ വളരെ പേടി കൂടാണ്ട് യാത്ര ചെയ്യാവുന്ന ഒരു പ്രദേശമായി മാറും. TCV ന്യൂസ്, കൊടകര. കേരള പത്രപ്രവർത്തക യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അമൃത TV ക്യാമറാമാനായിരുന്ന PV അയ്യപ്പൻ അനുസ്മരണം തൃശൂർ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ചു. തൃശൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് O രാധികയുടെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ യോഗത്തിൽ സെക്രട്ടറി പോൾ മാത്യു, MS സമ്പൂർണ്ണ, സീനിയർ ജേർണലിസ്റ്റ് ഫോറം ഭാരവാഹികളായ ജോയ് M മണ്ണൂർ, A സേതുമാധവൻ, മാധ്യമപ്രവർത്തകരായ അഞ്ജുരാജ്, ലൂവി ജോസ്, അരുൺ എഴുത്തച്ചൽ, MS ലിഷോയ്, AM സുനിൽകുമാർ തുടങ്ങിയവർ അയ്യപ്പനെ അനുസ്മരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ് അഖിലേന്ത്യാ വ്യാപാര ദിനം സമുചിതമായി ആചരിച്ചു. സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിലേക്ക് നൈറ്റ് പെട്രോളിംഗിന് ആവശ്യമായ ടോർച്ച്, കുട, റെയിൻകോട്ട് എന്നിവ നൽകി. യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ, ജനറൽ സെക്രട്ടറി TM ഉമേഷ് ബാബു, ട്രഷറർ സാബു പോക്കാക്കില്ലത്ത്, സെക്രട്ടറി ബഹദൂർ ഷാ, യൂത്ത് വിംഗ് പ്രസിഡന്റ് നിഷാന്ത് PA, സെക്രട്ടറി സതീഷ് VG എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രവാസ ജീവിതകാലത്താണ് എഴുത്തു തുടങ്ങിയതെന്നും ഏകാന്തതയും ഒറ്റപ്പെടലിന്റെ നൊമ്പരവുമാണ് തന്നെ സാഹിത്യത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചതെന്നും എഴുത്തുകാരൻ ബെന്യാമിൻ പറഞ്ഞു. തൃശൂർ വിമല കോളേജിലെ മലയാള ഗവേഷണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച മലയാള സാഹിത്യ സമാജത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം കുട്ടികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. 21 വർഷം നീണ്ട ഗൾഫ് ജീവിതകാലത്തെ ജോലിക്കിടെയാണ് നിരവധി പുസ്തകങ്ങൾ എഴുതിയത്. തന്റെ 6ാമത്തെ പുസ്തകമാണ് ആടുജീവിതം. നജീമിനെ കണ്ടുമുട്ടിയപ്പോൾ എഴുതിയതല്ല ആടുജീവിതം എന്നും ബെന്യാമിൻ പറഞ്ഞു. പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബീന ജോസ് അധ്യക്ഷത വഹിച്ചു. മലയാള ഗവേഷണ വിഭാഗം മേധാവി ഡോക്ടർ നിഷ ഫ്രാൻസിസ്, കോർഡിനേറ്റർ ഡോക്ടർ R രാജി തുടങ്ങിയവർ സംസാരിച്ചു. അത്താണി ബൈപ്പാസ് പത്താഴക്കുണ്ട് ഡാം റോഡ് നവീകരിക്കൽ നടപടികളുടെ ഭാഗമായി പ്രൊജക്ട് സർവേ ആരംഭിച്ചു.
റോഡ് നവീകരണത്തിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനാണ് പ്രോജക്ട് സർവേ നടത്തുന്നത്. റോഡ് നവീകരണത്തിനായി ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും 25 ലക്ഷം രൂപ അനുവദിക്കും. ഏറെക്കാലമായി തകർന്ന റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമായതിനെ തുടർന്ന് നിരവധി പരാതികൾ ഉയർന്നിരുന്നു. കേരളത്തിലെ ലൈസൻസ്ഡ് ഫുട്ബോൾ കോച്ചുകൾക്കായി ഏർപ്പെടുത്തിയ പ്രഥമ കല്ലറയ്ക്കൽ ഫൗണ്ടേഷൻ കോച്ചിംഗ് എക്സലൻസ് അവാർഡുകൾ തൃശൂരിൽ പ്രഖ്യാപിച്ചു. പുരുഷ വിഭാഗത്തിൽ കോവളം FC-യുടെ പരിശീലകൻ എബിൻ റോസും വനിതാ വിഭാഗത്തിൽ കണ്ണൂർ സ്പോർട്സ് ഡിവിഷൻ കോച്ചായ ഡോക്ടർ PV പ്രിയയും അവാർഡിന് അർഹരായി. 25,000 രൂപയും മൊമെന്റോയും അടങ്ങുന്നതാണ് പുരസ്കാരം. പെൺകുട്ടികളുടെ ഫുട്ബോൾ പരിശീലനത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകുന്ന മുൻ കേരള പോലീസ് താരം കൂടിയായ തോമസ് കാട്ടൂക്കാരൻ 11,111 രൂപയുടെ പ്രത്യേക പുരസ്കാരത്തിനും അർഹനായി. മികച്ച ഫുട്ബോൾ റിപ്പോർട്ടിംഗിനുള്ള പുരസ്കാരത്തിന് ദീപിക തൃശൂർ സീനിയർ സബ് എഡിറ്റർ സെബി മാളിയേക്കലിനെയും തിരഞ്ഞെടുത്തു. ശനിയാഴ്ച തൃശൂരിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കുമെന്ന് KF ബെന്നി, MP സുരേന്ദ്രൻ, സ്റ്റീഫൻ ആന്റണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃപ്രയാറിൽ നടന്ന തൃശൂർ ജില്ലാ അമേച്ചർ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ M റസീനയ്ക്ക് ട്രിപ്പിൾ സ്വർണം. അണ്ടർ 20, അണ്ടർ 23, സീനിയർ 15, 59 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വുമൺ വിഭാഗം എന്നിവയിലാണ് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. തൃശൂർ വിമല കോളേജിലെ 1ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് വെള്ളറക്കാട് ആദൂർ മാനാത്തുപറമ്പിൽ റഫീഖ് തങ്ങൾ നൌഷിദ ദമ്പതികളുടെ മകൾ റെനീസ. തൃശൂർ ജില്ലാ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ എരുമപ്പെട്ടി സ്വദേശി ജിയ അന്ന ജിനേഷ് വെങ്കല മെഡൽ നേടി കരസ്ഥമാക്കി. അണ്ടർ 15, 54 കിലോഗ്രാം വിഭാഗത്തിലാണ് മെഡൽ നേടിയത്. എരുമപ്പെട്ടി സ്വദേശി ജിനേഷിന്റെയും സോണിയയുടെയും മകളാണ്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ജിയ അന്ന ജിനേഷ്. ഹൂല ഹൂപ്പ് ഡാൻസിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടി കരുവന്നൂർ സ്വദേശിയും വിദ്യാർത്ഥിയുമായ സെലിൻ 3 മിനിറ്റ് 30 സെക്കൻഡിൽ 490 പ്രാവശ്യം ഹൂല ഹൂപ്പ് തുടർച്ചയായി കറക്കിയാണ് വിദ്യാർത്ഥി കൂടിയായ സെലിൻ ഈ നേട്ടം കൈവരിച്ചത്. ബോളിവുഡ് പാട്ടിനൊപ്പം ഹൂലാഹൂപ്പ് കറക്കി നൃത്തച്ചുവടുകൾ വെച്ചാണ് സെലിൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയത്. കരുവന്നൂർ സ്വദേശിയായ സിമിയുടെ മകളായ സെലിൻ കരുവന്നൂർ സെന്റ് ജോസഫ് സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂരിൽ ഇത്തവണ പുലിക്കളിയും കുമ്മാട്ടിക്കളിയും ഉണ്ടാകില്ല. യഹിയ സിൻവാറിന്റെ മുൾച്ചെടിയും കരയാമ്പൂവും എന്ന നോവലിന്റെ മലയാളം പരിഭാഷയുടെ 2ാം പതിപ്പ് തൃശൂരിൽ പ്രകാശനം ചെയ്തു. സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ പ്രഭാഷകൻ P സുരേന്ദ്രൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫിന് കോപ്പി നൽകി പ്രകാശനം നിർവഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് KK ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. KT ഹുസൈൻ, മീഡിയ 1 മാനേജിംഗ് എഡിറ്റർ C ദാവൂദ്, RM സുലൈമാൻ, EA റഷീദ്, വിവർത്തകൻ SM സൈനുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. പാലസ്തീൻ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന ഹമാസിന്റെ പുതിയ നേതാവാണ് യഹിയ സിൻവാർ. തന്റെ ജീവിതവും പാലസ്തീൻ ചരിത്രവും പോരാട്ടവും ഉൾക്കൊള്ളിച്ച് ആവിഷ്കാരമായ മുൾച്ചെടിയും കരയാമ്പൂവും ഇസ്രായേൽ തടങ്കലിലിരുന്നാണ് അദ്ദേഹം രചിച്ചത്. നാട്ടിക ശ്രീനാരായണ കോളേജിലെ NSS യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ സൗജന്യ ഗ്ലോക്കോമോ തിമിര നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയ PS ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ കുസുമ കുമാരിയുടെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പിൽ NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ VK രമ്യ, B ബബിത, NSS വോളണ്ടിയർമാരായ അക്ഷയ, സന്തോഷ്, അൻസിയ എന്നിവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ മേത്തല ശ്രീനാരായണ സമാജത്തിന്റെ 28ാമത് ഗുരുദർശന അവാർഡ് തൃശൂരിൽ പ്രഖ്യാപിച്ചു. ഷൌക്കത്ത് രചിച്ച ബുദ്ധസമൃക്കായ ജീവിത വീക്ഷണം എന്ന ഗ്രന്ഥമാണ് 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരത്തിന് അർഹമായത്. സുനിൽ P ഇളയിടം ചെയർമാനായ ജൂറിയാണ് അവാർഡ് നിർണയം നടത്തിയത്. ഈ മാസം 20-ന് സമാജം ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജൂറി അംഗം ഡോക്ടർ ആദർശ്, സമാജം വൈസ് പ്രസിഡന്റ് M ബിജുകുമാർ, കമ്മിറ്റി അംഗം അമ്പിളികുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള ലളിതകലാ അക്കാദമി ഫൈൻ ആർട്സ് കോളേജിലെ അധ്യാപകർക്കായി സംഘടിപ്പിക്കുന്ന നാഷണൽ സിംബോസിയത്തിന് തൃശൂരിൽ തുടക്കമായി. വിഷ്വൽ ആർട്സ് സിലബസും പെഡഗോജിയും എന്ന വിഷയത്തിൽ മുളങ്ങുന്നത്തുകാവ് കിലയിലാണ് സിംബോസിയം നടക്കുന്നത്.
നിലവിലെ കലാവിദ്യാഭ്യാസത്തിന്റെ പുതിയ രീതികളെക്കുറിച്ച് മനസ്സിലാക്കാനും ലോകവീക്ഷണത്തോടുകൂടി അധ്യാപകർക്ക് അതിന്റെ ഭാഗമാകാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന സിംബോസിയം സംഘടിപ്പിച്ചിരിക്കുന്നത്. ശനിയാഴ്ച മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സിംബോസിയം ഉദ്ഘാടനം ചെയ്യും. കലാരംഗത്തെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. അക്കാദമി ചെയർപേഴ്സൺ മുരളി ചീരോത്ത്, സെക്രട്ടറി എൻ മുരളീകൃഷ്ണൻ, സിംബോസിയം കോർഡിനേറ്റർ ലേഖ നാരായണൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എൻ സതീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വേലൂർ പഞ്ചായത്ത് DG കേരളം വോളണ്ടിയർ പരിശീലനം പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CF ജോയ്, ഷേർലി ദിലീപ് കുമാർ, ചൊവ്വന്നൂർ ബ്ലോക്ക് DG കേരള നോഡൽ ഓഫീസർ രാജേഷ്, ബിനുഷ അരുൺ എന്നിവർ സംസാരിച്ചു. അതിൽ വിജയിക്കാനും കഴിഞ്ഞ സമാധാനം ഒട്ടേറെ സുമനസ്സുകളില്ല. നമ്മൾ ഓരോ ദിവസവും പ്രകൃതി ദുരന്തം നമുക്ക് മൊബൈലുകൾ യൂട്യൂബോ അല്ലെങ്കിൽ മരുഭൂമിയിൽ പച്ചപ്പൊരുക്കി ഗുരുവായൂർ സ്വദേശി. ഷാർജയിൽ കൃഷിയുടെ സാധ്യതകൾ തേടുന്ന സുധീഷ് പ്രവാസി കർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവാണ്. മരുഭൂമിയിൽ കൊച്ചു കേരളം ഒരുക്കിയിരിക്കുകയാണ് ഡോക്ടർ ഗിന്നസ് സുധീഷ് ഗുരുവായൂർ. 1/4 നൂറ്റാണ്ട് മുമ്പ് ജോലിക്കായി ഗൾഫിലെത്തിയ സുധീഷിനെ കൃഷിയിലേക്ക് നയിച്ചത് ഭാര്യ രാഗി നാട്ടിൽ നിന്നും കൊണ്ടുവന്ന ചെറിയ പൊതിയിലെ വിത്തുകളാണ്. ഫ്ളാറ്റിലെ ബാൽക്കണിയിൽ തുടങ്ങിയ കൃഷി പിന്നെ മണലാരണ്യത്തിലേക്ക് മാറ്റി. ഇപ്പോൾ സുധീഷിന്റെ കൃഷിസ്ഥലം ഒരു കൊച്ചു കേരളം തന്നെയാണ്. ഒട്ടേറെ അധ്വാനിച്ചാണ് സുധീഷ് മണലിൽ പച്ച പടർത്തിയത്. സുധീഷിന്റെ നെൽപ്പാടം കാണാൻ ഇപ്പോൾ നിരവധി പേരെത്തുന്നുണ്ട്. മണലിലെ നെൽപ്പാടത്തെക്കുറിച്ചറിഞ്ഞ് ദുബായ് ഭരണാധികാരികൾ സുധീഷിന് പൂർണ്ണ പിന്തുണ നൽകി. 97 ഞാൻ അവിടെ ചെല്ലുന്നത്. കൃഷിക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾ ഷാജാൽ ഡിസ്ട്രിക്റ്റിൽ ജോയിൻ ചെയ്ത് 97. അതിനുശേഷം നമ്മൾ 2000 കൂടിയിട്ടാണ് ചെറിയ രീതിയിൽ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. കൃഷി ചെയ്തിട്ടൊരു കൃഷി ഒരു ജീവന മാർഗ്ഗമാക്കി തീർക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഓരോ വീടുകളിൽ പച്ചക്കറി ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് വേണ്ട പച്ചക്കറി അവർ പറയുന്ന പച്ചക്കറി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കമ്പനിയാണ് അവിടെ ദുബായിൽ ഞങ്ങളുള്ളത്. ഒപ്പം തന്നെ ഷാർജയിൽ ഗ്രീൻ ഹെവൻ എന്ന് പറഞ്ഞൊരു ചെറിയൊരു 5.5 ഏക്കറുള്ള ഒരു ഗ്രാമം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അവിടുത്തെ സർക്കാർ അവിടെ ഗവൺമെൻറ് സപ്പോർട്ട് വിലമതിക്കാനാവാത്തതാണ്. അത്രയും സപ്പോർട്ടാണ്. കപ്പ, കരിമ്പ്, സവാള, ക്യാരറ്റ്, ഉള്ളി തുടങ്ങി ഈ കൃഷിയിടത്തിൽ വിളയുന്ന ഉൽപ്പന്നങ്ങളുടെ എണ്ണമേറി. സ്വന്തം കൃഷിയിടം മാത്രമല്ല, ദുബായ് ഭരണാധികാരി ഉൾപ്പെടെയുള്ളവർക്കായി കൃഷിയിടം ഒരുക്കുന്നുണ്ട് സുധീഷ്. സഹായത്തിന് 30-ലേറെ തൊഴിലാളികളും. കൃഷിയിടത്തിൽ വഞ്ചിയും കാളവണ്ടിയും ഉൾപ്പെടെ ഒരുക്കിയപ്പോൾ നാട്ടിൻ പുറത്തിന്റെ അനുഭവം തേടി ഒട്ടേറെ പേരെത്തുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ മികച്ച പ്രവാസി കർഷകനുള്ള പുരസ്കാരം 2 തവണ സുധീഷിന് ലഭിച്ചിട്ടുണ്ട്. ഒരു കരിവേപ്പ് ചെടിയിൽ നിന്ന് 5000 തൈകൾ ഉൽപ്പാദിപ്പിച്ചതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡും തേടിയെത്തി. 4 ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സും സുധീഷിന് സ്വന്തം. സുധീഷിന്റെ കാർഷിക സ്വപ്നങ്ങൾ അവസാനിക്കുന്നില്ല. നാടിന്റെ പച്ചപ്പും നന്മയും മരുഭൂമിയിൽ പടർത്തി മുഴുവൻ മലയാളികൾക്കും അഭിമാനമാവുകയാണ് ഈ ഗുരുവായൂരുകാരൻ. TCV തൃശൂർ. മറ്റത്തൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് ദിനം ആചരിച്ചു. കോടാലിയിൽ സംഘടിപ്പിച്ച ചടങ്ങ് DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് നൈജോ ആൻഡോ അധ്യക്ഷത വഹിച്ചു. ഷാഫി കല്ലുപറമ്പിൽ, AM ബിജു, CH സാദത്ത്, ലിനോ മൈക്കിൾ, ഷിനോജ് കോടാലി എന്നിവർ സംസാരിച്ചു. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ തോട്ടുപാലം കാഞ്ഞിരക്കോട് പ്രദേശത്ത് അപകട മരണങ്ങൾ പതിവാകുന്നു. 2 വർഷത്തിനുള്ളിലുണ്ടായ അപകടങ്ങളിൽ 4 പേർ മരിച്ചു. BMBC നിലവാരമുള്ള റോഡിലൂടെ നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. അമിത വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കുന്നതിനുള്ള സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാൻ അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം യാത്രക്കാരുടെ ജീവന് ഭീഷണിയായിരിക്കുകയാണെന്നും വേഗത നിയന്ത്രിക്കുന്നതിനുള്ള നടപടി എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകണമെന്നും SDPI എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനവും ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും നടത്തി. യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ പതാക ഉയർത്തി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി PJ രാജു ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര പാർലമെന്ററി പാർട്ടി നേതാവ് AR കൃഷ്ണൻകുട്ടി എന്നിവർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് അളഗപ്പ നഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും ആചരിച്ചു. അമ്പലൂർ INTUC ഓഫീസിൽ നടന്ന ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹരൺ ബേബി പതാക ഉയർത്തി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി ദിനിൽ പാലപ്പറമ്പിൽ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മഞ്ഞളി തുടങ്ങിയവർ സംസാരിച്ചു.
ക്വിറ്റ് ഇന്ത്യ ദിനത്തിന്റെ ഭാഗമായി കാട്ടകാമ്പാൽ മേഖലയിലെ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ജനാധിപത്യ ഇന്ത്യയ്ക്ക് യുവതയുടെ കരുതൽ എന്ന പരിപാടി സംഘടിപ്പിച്ചു. കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. കാട്ടകാമ്പാൽ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് AS ഷഹീർ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പതാക ദിനവും ക്വിറ്റ് ഇന്ത്യ ദിനവും ആചരിച്ചു. യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി M. സുജിത് കുമാർ ക്വിറ്റ് ഇന്ത്യ ദിനം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് P. സന്ദീപ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യ രമേശ്, പഞ്ചായത്ത് അംഗം ധന്യ സുനിൽ, KR രാഹുൽ തുടങ്ങിയവർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കരുമത്ര 46-ാം ബൂത്ത് കമ്മിറ്റി സ്ഥാപക ദിനം ആചരിച്ചു. കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളായ വിനോദ് മാടവന, സന്തോഷ് എറക്കാട്ട്, AR ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനം ആചരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്യാംകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MG വിവേക് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് മറഡോണ പീറ്റർ, ജനറൽ സെക്രട്ടറി അൻസാർ തയ്യൂർ, ഫ്രന്റോ ഫ്രാൻസിസ്, ജിൻസൺ അക്ബർ എന്നിവർ നേതൃത്വം നൽകി. സ്കൂൾ കെയർ പ്രൊജക്ടിന്റെ ഭാഗമായി വാടാനപ്പള്ളി ലയൺസ് ക്ലബ്ബ് മുറ്റിച്ചൂർ ALP സ്കൂളിന് സ്റ്റീൽ വാട്ടർ ടാങ്ക് നൽകി. PTA പ്രസിഡന്റ് സർജു ജിബിൻ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വെച്ച് ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ പ്രകാശ് ചക്കാമടത്തിലും ഷംസുദ്ദീനും ചേർന്ന് സ്റ്റീൽ വാട്ടർ ടാങ്ക് സ്കൂൾ ഹെഡ് മിസ്ട്രസ് അമൂല്യ ചന്ദ്രന് കൈമാറി. സോൺ ചെയർപേഴ്സൺ ലയൺ MC മദനകുമാർ, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലയൺ പീതാംബരൻ രാരമ്പത്ത്, ഏരിയ ചെയർപേഴ്സൺ ലയൺ അമൃത ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. തൃശൂർ കുറ്റിപ്പുറം റോഡിലെ അശാസ്ത്രീയമായ കുഴി അടയ്ക്കലിനെതിരെ കോൺഗ്രസ് കൈപ്പറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുണ്ടൂർ സെന്ററിൽ റീത്ത് വച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം INTUC ജില്ലാ ജനറൽ സെക്രട്ടറി AP ജോസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് NK രാജു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ആന്റണി കുളംപ്രത്ത്, സോബി മുണ്ടൂർ, KT ഫ്രാൻസിസ്, വൈസ് പ്രസിഡന്റ് PM ഹനീഫ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് ഗ്രാമർ എക്സ്പോ സംഘടിപ്പിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PG ജയപ്രകാശ് അധ്യക്ഷനായി. സർവീസ് പെൻഷൻ യൂണിയൻ കുന്നംകുളം സൌത്ത് യൂണിറ്റ് കൺവെൻഷൻ നടന്നു. KSSPU തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KS ജോർജ് ഉദ്ഘാടനം ചെയ്തു. സൌത്ത് യൂണിറ്റ് പ്രസിഡന്റ് VR അബി അധ്യക്ഷത വഹിച്ചു. തെരുവ് വിളക്കുകൾ കത്താത്തതിൽ ആം ആദ്മി പാർട്ടി തൃശൂർ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് ആന്റണി തട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ഐനിക്കൽ, വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് റോയ് പുറനാട്ടുകര, ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടോണി, ജില്ലാ സെക്രട്ടറി ജിജോ ജേക്കബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സംസ്ഥാനത്ത് ഈ മാസം 15 വരെ മഴ മാറി നിൽക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയേക്കാൾ കുറഞ്ഞ അളവിലായിരിക്കും മഴ ലഭിക്കുക. ഇന്നൊരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ലെങ്കിലും ചിലയിടങ്ങളിൽ നേരിയ രീതിയിൽ മഴ ലഭിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണം. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളും പരിസരവും ഇനി പൂർണ്ണമായും CCTV നിരീക്ഷണത്തിൽ. വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി 4 ലക്ഷം രൂപയോളം ചിലവിട്ടാണ് അത്യാധുനിക സംവിധാനമുള്ള 17 ക്യാമറകൾ വച്ചിട്ടുള്ളത്. ET ടൈസൺ MLA CCTVയുടെ സ്വിച്ച് ഓൺ നിർവഹിച്ചു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. വ്യവസായി PB സൈനുദ്ദീൻ, കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ, വാർഡ് മെമ്പർ KS അനിൽകുമാർ, PTA പ്രസിഡന്റ് CB അബ്ദുൾ സമദ്, പ്രിൻസിപ്പൽ E ഇന്ദു എന്നിവർ സംസാരിച്ചു. വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി നാഷണൽ സർവീസ് സ്കീം വീടുകൾ ഒരുക്കുന്ന പദ്ധതിയിൽ കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ NSS യൂണിറ്റ് പങ്കാളികളായി.
സഹൃദയം എന്ന പേരിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചു. മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച ശുചിമുറിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ നിർവഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TP ലോറൻസ്, ബീന രമേശ്, പ്രിൻസിപ്പൽ A ബീന, പ്രധാന അധ്യാപിക KK രശ്മി തുടങ്ങിയവർ സംസാരിച്ചു. ഇതുവരെ നമുക്ക് ഒരു 2 നിരന്തര പ്രാധാന്യം ഈ ഒരു ഇവിടെ കുറെ കാലം അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. വയനാടിന് കൈത്താങ്ങായി ഊരകം HH രവിവർമ്മ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നാടകാവതരണം സംഘടിപ്പിക്കുന്നു. ഉരുൾപൊട്ടൽ ദുരന്തവും അതിന് ഇരയായവരുടെ മാനസിക സംഘർഷങ്ങളും അതിജീവനവും ആധാരമാക്കി സുരേഷ് നന്മയും ലതാമോഹനും ചേർന്ന് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഇതും നമ്മൾ അതിജീവിക്കും എന്ന നാടകമാണ് അവതരിപ്പിക്കുന്നത്. ഞായറാഴ്ച വല്ലച്ചിറയിൽ നടക്കുന്ന ആദ്യ അവതരണം നാടക സംവിധായകൻ ശശിധരൻ നടുവിൽ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഈ മാസം 18 വരെ വിവിധ വായനശാലകളിലും ക്ലബ്ബുകളിലും നാടകം സൗജന്യമായി അവതരിപ്പിക്കും. പ്രദർശനത്തിന് ശേഷം നടത്തുന്ന ധനസമാഹരണത്തിലൂടെ ലഭിക്കുന്ന തുക ജില്ലാ ലൈബ്രറി കൌൺസിലിന് കൈമാറുമെന്ന് സംഘാടകർ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വായനശാല പ്രസിഡന്റ് സിബിൻ T ചന്ദ്രൻ, സെക്രട്ടറി സുലജ സദൻ, നാടക സംവിധായകരായ സുരേഷ് നന്മ, ലതാമോഹൻ, നാടകകാരൻ ചാക്കോ D അന്തിക്കാട് എന്നിവർ പങ്കെടുത്തു. എളവള്ളി നോർത്ത് മഹലിൽ ദിക്കർ വാർഷികം ആഘോഷിച്ചു. ദിക്കർ മജ്ലിസിന് അസ്ലം മുസ്ലിയാർ കൈപ്പമംഗലവും ദുവാ മജ്ലിസിന് സയ്യിദ് ഹുസൈൻ ജമുലൈലി ചേളാരിയും നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് NK അബ്ദുൽ കബീർ അധ്യക്ഷനായിരുന്നു. സൈദലവി അഹ്സനി പ്രഭാഷണം നടത്തി. RA അബ്ദുൽ കരീം, മുഹമ്മദ് അലി, അബ്ദുൽ വാഹിദ് നിസാമി തുടങ്ങിയവർ സംസാരിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് പഞ്ചായത്ത് തല യോഗ പരിശീലനം തുടങ്ങി. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ യോഗ പരിശീലന പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ചു. യോഗാചാര്യ മമത ജയപ്രകാശ് യോഗ പരിശീലനത്തിന് നേതൃത്വം നൽകി. പ്രധാന അധ്യാപിക KK ജെയ്സി, ഇംപ്ലിമെന്റിംഗ് ഓഫീസർ P സുഭാഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പൂർണിമ, വാർഡ് മെമ്പർമാരായ NK വിമല, സോമൻ വെണ്ണേങ്കോട്ട്, അനീഷ് ലോറൻസ് തുടങ്ങിയവർ സംസാരിച്ചു. അനുജത്തിയുടെ പിറന്നാളിന് സമ്മാനിക്കാൻ ശേഖരിച്ചു വെച്ച നാണയത്തുട്ടുകൾ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി 8 വയസ്സുകാരൻ മുഹമ്മദ് നിഹാൻ. മുസ്ലിം ലീഗ് ഭാരവാഹികളായ TM ഹംസ, SDU സംസ്ഥാന ഭാരവാഹി ഷംഷാദ് തലശ്ശേരി, ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം ഇബ്രാഹിം എന്നിവർ തുക ഏറ്റുവാങ്ങി. ആറ്റൂർ അറഫ ഇംഗ്ലീഷ് സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് നിഹാൻ KMCC ചേലക്കര നിയോജകമണ്ഡലം പ്രസിഡന്റ് മുസമ്മിൽ തലശ്ശേരിയുടെ മകനാണ്. നാട്ടിക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനാചരണം നടത്തി. യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷൈൻ നാട്ടിക ഉദ്ഘാടനം ചെയ്തു. നാട്ടിക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് റാനിഷ് K രാമൻ അധ്യക്ഷത വഹിച്ചു. നാട്ടിക പഞ്ചായത്ത് മെമ്പർ CS മണികണ്ഠൻ, KSU ജില്ലാ സെക്രട്ടറി MP വൈഭവ്, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ അഭിഷേക്, AP വരുൺ ദേവ് തുടങ്ങിയവർ സംസാരിച്ചു. നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നാഗസാക്കി ദിനാചരണവും യുദ്ധവിരുദ്ധ പ്രതിജ്ഞയും നടത്തി. പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ മാർട്ടിൻ കൊളംപ്രത്ത് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജോസഫ് ജോളി, NSS വോളണ്ടിയർ ജ്യോതിഷ്, പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ഡെയ്സൺ പാണിങ്ങാടൻ, മാളവിക തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6390, പവന് 51,120, വെള്ളി ഗ്രാമിന് 88, പ്ലാറ്റിനം ഗ്രാമിന് 3144 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനം അനുഭവപ്പെട്ടു. വയനാട്, കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് പ്രകമ്പനം അനുഭവപ്പെട്ടത്. വയനാട് ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസം സർക്കാർ കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ ആശ്വാസമാകുമെന്നും സുരേന്ദ്രൻ.
കൊടകര പേരാമ്പ്ര അപ്പോളോ ടയർ ഫാക്ടറിയിൽ തീപിടുത്തം. കമ്പനി ജീവനക്കാർ ചേർന്ന് തീയണച്ചു. നാശനഷ്ടങ്ങളില്ല. ആമ്പല്ലൂർ ജംഗ്ഷനിൽ ആരോഗ്യ പ്രവർത്തകനെയും നാട്ടുകാരെയും കത്തിമുനയിൽ നിർത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ക്രിമിനൽ കേസ് പ്രതി. സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സ്വദേശി ഷിബുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.